ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്ന് വൈകുന്നേരത്തെ പണികളാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഈ ഗോതമ്പ് ഉണ്ടയില്ലേ, സ്നാക്സ് സ്വീറ്റ്സൊക്കെ ഇട്ടിട്ട് ശർക്കരയൊക്കെ ഇട്ടുണ്ടാക്കത്തില്ലേ, അതാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മോനു ഉറക്കമാണ്. നന്ദുക്കുട്ടിക്ക് ഒട്ടും വയ്യായിരുന്നു. 2 ദിവസം ഭയങ്കര വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇന്നും രാവിലെയൊക്കെ വൊമിറ്റ് ചെയ്തു. അപ്പോൾ ആൾ കഞ്ഞിയൊക്കെയാണ് കുടിക്കുന്നത്. അപ്പോൾ ആൾക്ക് മധുരമുള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ, ഗോതമ്പ് ഉണ്ട. അരിയേക്കാളും എനിക്കിഷ്ടം ഗോതമ്പിലുണ്ടാക്കണതാണ്. അപ്പോൾ അത് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അത് റെഡിയാക്കാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാവേ. നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ ഈ ഗോതമ്പ് കുഴയ്ക്കുമ്പോൾ ഇല്ലേ, കുറച്ച് ശർക്കര അതിൽ കൂടി നന്നായിട്ട് ഇടിച്ചിട്ട് അതും കൂടി ഇടണം. പിന്നെ ഏലക്കയില്ലേ 2-3 അതും കൂടി നന്നായിട്ടൊന്ന് ചതച്ചിട്ടേ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗോതമ്പ് കുഴച്ച് വച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ ബാക്കി ഈ സ്റ്റഫില്ലേ, അതായത് ശർക്കരയും തേങ്ങയും കൂടി അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അരിയേക്കാളും ഇത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തേക്കണേ. ഹലോ, അപ്പോൾ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായി കേട്ടോ ഒരു പാക്കൊക്കെ ഇട്ടിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പാക്കൊക്കെ ഇടാൻ ഇഷ്ടമാണ്, പക്ഷേ ഭയങ്കര മടിയാണ് പാക്ക് ഇടാൻ. ഞാനതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പറയാവേ. ഞാൻ എടുത്തിട്ട് വരാം. ഒന്നുമില്ല, ഞാൻ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കുറേ നാളായി പാക്കിട്ട് ഈ പറഞ്ഞ പോലെ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഇടാം. ഫേസ് വാഷ് ചെയ്തു. എന്നിട്ട് നമ്മളിത് അപ്ലൈ ആണ്. നമ്മുടെ നെക്കിൻ്റെ പോർഷനിലും കൂടി ഇടണം. കിട്ടുമ്പോൾ മറന്നു പോകും കേട്ടോ. ഫോണൊക്കെ നോക്കിയിരിക്കും. സമയം കിട്ടുമ്പോൾ മറന്നു പോകും. ഫോണൊക്കെ നോക്കിയിരിക്കും. ഞാനിതൊരു 10 മിനിറ്റേ വെച്ചിരിക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് സമയമില്ല. ബാക്കി നമ്മുടെ ഫുഡിൻ്റെ പരിപാടികൾ ആക്കണം. അപ്പോൾ നമുക്കിതിങ്ങനെ ഫേസിൽ കിടക്കട്ടെ. നമുക്ക് ചായ റെഡിയാക്കാം. ചായ ആയിട്ടുണ്ട്. നമ്മുടെ ഉണ്ടയില്ലേ, ഗോതമ്പ് ഉണ്ടയും റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ചായ കുടിക്കാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് കേട്ടോ. പെട്ടെന്ന് തന്നെ ചായ റെഡിയായി എടുത്ത് വെച്ചിട്ടുണ്ട്. കുടിക്കണം. എനിക്ക് തോന്നി നല്ല സോഫ്റ്റായി, ചെറുതായിട്ടൊന്ന് ടാനൊക്കെ മാറിയതുപോലെ തോന്നി കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. എന്താണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. 2-3 ദിവസമായി വൊമിറ്റിങ്ങൊക്കെ തുടങ്ങിയിട്ട് നന്ദുവിന്. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും ഉണ്ട്. പിള്ളേർക്ക് ഇങ്ങനെ മാറി മാറി വരുമല്ലേ അസുഖം. പിള്ളേർക്ക് വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരും, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് കിട്ടും, പിന്നെയും വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് വരും. അങ്ങനെയാണ് കേട്ടോ ഇവിടെ. നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ തന്നെയാണോ? എനിക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ ഞാൻ പറയാണ്. മോനൂട്ടൻ എണീറ്റ് വന്നേ കേട്ടോ. ഞാൻ പിന്നെ ആൾക്ക് മുറിച്ച് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണും കൊടുത്ത് അവിടെ ഇരുത്തി. അപ്പോൾ അവൻ അങ്ങനെ പതുക്കെ കഴിച്ചോളും. തലയിലൊക്കെ കുറച്ച് വീഴും, എന്നാലും കുഴപ്പമില്ല, ബാക്കി അവൻ കഴിച്ചോളും കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. തൂത്തിറക്കണം, പിന്നെ എനിക്ക് വീടൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. തറയെല്ലാം തുടയ്ക്കാനുണ്ട് കേട്ടോ. കുറച്ച് അലമ്പായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് തുടയ്ക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ തൂത്തിട്ട് തുടയ്ക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ മോന് ഓടി വന്നിട്ട് ചെറുതായിട്ട് തല മുട്ടി അവൻ്റെ. അപ്പോൾ ഇനി എനിക്ക് കുറച്ചും കൂടി ഒന്ന് തുടച്ചതിന് ശേഷം ബാക്കി പരിപാടികൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
ഇവിടെയൊക്കെ ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയപ്പോൾ ഇവിടെയൊക്കെ നല്ല പൊടി, ചെറിയ വല കെട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നതാണ്. എന്നിട്ട് എന്താണ് ഇങ്ങനെയെന്ന് അറിയില്ല. എനിക്കൊന്ന് അടുത്ത് അവിടെ ഒരു പണി നടക്കുന്നുണ്ട്, അതുകൊണ്ടാണോ വല കെട്ടുന്നത് അതുകൊണ്ടായിരിക്കില്ല. എനിക്കൊന്ന് അല്ലെങ്കിലും പൊടിയുണ്ട് കേട്ടോ. നമ്മൾ തൂക്കുമ്പം തന്നെ ഇന്നലെ തൂത്ത് ഇന്ന് തൂക്കുമ്പോൾ നല്ല പൊടിയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മുടെ വീട് ഭയങ്കര മെയിൻ റോഡിലും അല്ല, എന്താണെന്ന് അറിയില്ല കേട്ടോ, ഭയങ്കര പൊടി. അപ്പം ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ചു. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.